നമസ്കാരം. എല്ലാവർക്കും KSR ക്ലാസിൻ്റെ 21ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ TA അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ടൂർ TA, ട്രാൻസ്ഫർ TA അതേക്കുറിച്ചൊക്കെ വിശദമായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ കാറ്റഗറികളിൽ ഒന്നും പെടാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അനുവദിക്കുന്ന ട്രാവലിംഗ് അലവൻസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് TA for officers who are reappointed after retirement or for those officers who have thrown out of service for want of vacancy. അവർ റീഅപ്പോയിൻറ്റ് ചെയ്യപ്പെടുമ്പോഴും റിട്ടയർ ചെയ്ത ഓഫീസർമാർ റീഅപ്പോയിൻറ്റ് ചെയ്യപ്പെടുമ്പോഴും പുതിയ സ്റ്റേഷനിലേക്ക് പോകാൻ അവർക്ക് TA എലിജിബിലിറ്റി ഉണ്ട്. ഈ എലിജിബിലിറ്റികളൊക്കെ ഇപ്പം നമ്മൾ ഇനി പറയാം, ഇത് മാത്രമല്ല ഇനി പറയാൻ പോകുന്ന ഈ സ്പെഷ്യൽ കണ്ടീഷൻ TAസിനൊന്നും തന്നെ DAക്ക് എലിജിബിലിറ്റി ഇല്ല. അതായത് ഹോൾട്ടിന് എലിജിബിലിറ്റി ഇല്ല. ഇപ്പോൾ ഒരു ത്രോൺ ഔട്ട് ആയിട്ടുള്ള ഒരു ഓഫീസർ ഫോർ വാണ്ട് ഓഫ് വേക്കൻസി ത്രോൺ ഔട്ട് ആയിട്ടുള്ള ഓഫീസർ വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ റീഅപ്പോയിൻറ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എവിടെയാണോ പോസ്റ്റിംഗ് കൊടുത്തത് അങ്ങോട്ടുള്ള യാത്രാബത്ത MA മാത്രം, നോ ഹോൾട്ട്. ഇപ്പം അതൊരു പക്ഷേ 200 കിലോമീറ്റർ കൂടുതൽ ദൂരമുള്ളവർക്കായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അതിന് അഡീഷണൽ ഹോൾട്ടിന് DAയോ ഒന്നും തന്നെ ലഭിക്കില്ല. ഓൺലി MA ഈസ് എലിജിബിൾ ഫോർ ഓഫീസേഴ്സ് ഹൂ ഹാവ് reappointed after the retirement or for those officers who have been thrown out of service for want of vacancy. They can claim MA but no DA, daily allowance, halt ഇല്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഒബ്ലിഗേറ്ററി ടെസ്റ്റുകൾ നിർബന്ധമായും പാസ്സായിരിക്കേണ്ട, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ പ്രൊമോഷന് വേണ്ടിയിട്ടോ ഒക്കെ നിർബന്ധമായും പാസ്സായിരിക്കേണ്ട ടെസ്റ്റുകൾ, മാൻഡേറ്ററി ആയിട്ട് പാസ്സായിരിക്കേണ്ട ടെസ്റ്റുകൾ. ആ എക്സാംസ് അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ യാത്രയ്ക്ക് TA എലിജിബിലിറ്റി ഉണ്ട്. അത് എത്ര പ്രാവശ്യം, പലപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എത്ര പ്രാവശ്യം കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. 2 പ്രാവശ്യമാണ്. 2 ഫസ്റ്റ് ചാൻസ് അപ്പിയർ ചെയ്തു, കിട്ടിയില്ല, സെക്കൻഡ് ചാൻസ്, ഒരു ചാൻസും കൂടി തരും. 2 പ്രാവശ്യം ഒബ്ലിഗേറ്ററി ടെസ്റ്റിന് യാത്ര പോകാനുള്ള TA ഓഫീസേഴ്സിന് ലഭിക്കും. പക്ഷെ അതൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ? നിങ്ങളുടെ ഹെഡ് ക്വാർട്ടറിൽ സെൻറ്റർ ഉണ്ടായിരിക്കാൻ പാടില്ല. ഹെഡ് ക്വാർട്ടറിൽ സെൻറ്റർ ഉണ്ടായിരിക്കെ നിങ്ങൾ മറ്റൊരു സെൻറ്റർ ഓപ്റ്റ് ചെയ്ത് അവിടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള TA കിട്ടില്ല. ദേ ഷുഡ് നോട്ട് ബി എനി സെൻറ്റർ വിത്തിൻ യുവർ ഹെഡ് ക്വാർട്ടർ. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക സംവിധാനം ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ക്വാർട്ടറിലെ സെൻറ്റർ അപ്ലൈ ചെയ്തെങ്കിലും നിങ്ങൾക്കത് ലഭിച്ചോളണം എന്നില്ല. ഇപ്പം അങ്ങനെയാണ്. ഇത് പഴയ ഈ നിയമം എഴുതി വയ്ക്കപ്പെടുന്ന കാലത്ത് റിട്ടേൺ ടെസ്റ്റുകളാണല്ലോ, OMRO അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലൈഡ് ടെസ്റ്റുകളോ ഒന്നും അല്ല. ഇപ്പോൾ അങ്ങനെ ഈ OMR ആയതുകൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന ടെസ്റ്റുകളായത് ചിലപ്പോൾ ആയിരിക്കാം. അതുപോലെയാണ് ഒബ്ലിഗേറ്ററി ടെസ്റ്റുകൾക്ക് അപ്പിയർ ചെയ്യാൻ നിർബന്ധമായും പാസ്സായിരിക്കേണ്ട ടെസ്റ്റുകളുണ്ട് സർക്കാർ ജീവനക്കാർ. അതിന് അപ്പിയർ ചെയ്യാൻ നിങ്ങൾക്ക് TA കിട്ടും. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണത്. എത്ര പ്രാവശ്യം കിട്ടുമെന്നുള്ളത്. 2 പ്രാവശ്യം നിങ്ങൾക്ക് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ TA കിട്ടും. അവിടെയും DA ഇല്ല, നോ ഹോൾട്ട്. മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ പോകുന്ന ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്ന സെൻറ്റർ, നിങ്ങളുടെ ഹെഡ് ക്വാർട്ടറിനകത്ത് സെൻറ്റർ ഉണ്ടായിരിക്കെ അത് ചൂസ് ചെയ്യാതെ നിങ്ങൾ മറ്റൊരു സെൻറ്റർ ചൂസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ യാത്രയ്ക്കുള്ള TA കിട്ടില്ല. നിങ്ങളുടെ ഹെഡ് ക്വാർട്ടറിൽ സെൻറ്റർ ഉണ്ടായിരിക്കാൻ പാടില്ല. ഹെഡ് ക്വാർട്ടർ സെൻറ്റർ ഉണ്ടായിരിക്കെ നിങ്ങൾ അവിടെ തന്നെ സെലക്ട് ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക OMR അതുപോലെ പിന്നെ ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ ആവുമ്പോൾ സെൻറ്ററുകൾ നമ്മൾ സെലക്ഷൻ അനുസരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല.
ഇപ്പോൾ കോഴിക്കോട് റീജിയൻ സെലക്ട് ചെയ്യുന്ന ഒരാൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഇങ്ങനെയുള്ള 5 ജില്ലകളിലാണ് അവർ ഓപ്റ്റ് ചെയ്യേണ്ടത്. 5ഉം ഓപ്റ്റ് ചെയ്യണം. എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് കാലിക്കറ്റാണ്, കോഴിക്കോടാണ്, അതുകൊണ്ട് ആ ഒരൊറ്റ ഓപ്ഷൻ അങ്ങനെയില്ല. ഈ 5ഉം നിങ്ങൾ ഓപ്റ്റ് ചെയ്യണം. ആ ക്രമം നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം. ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, അങ്ങനെ 5ഉം ഓപ്റ്റ് ചെയ്യണം. ഈ 5ൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാം. നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ഹെഡ് ക്വാർട്ടറിലുള്ള സെൻറ്റർ തന്നെയായിരിക്കും, നിങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്കതിന് TA എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടും ഹെഡ് ക്വാർട്ടർ സെൻറ്റർ കിട്ടാതിരിക്കുകയാണ്, ദൂരെ പോയി ടെസ്റ്റ് എഴുതി വരികയാണെങ്കിൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്തു എന്നുള്ള സെൻട്രൽ നിന്നുള്ള സെൻട്രൽ സൂപ്പർവൈസറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾ TA അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു ആർ എലിജിബിൾ ടു ഗെറ്റ് TA ഫോർ ദാറ്റ് ജേർണി ആൻഡ് ദർ ആൾസോ നോ ഹോൾട്ട് DA. അടുത്ത് വരുന്നതാണ് ഡ്യൂറിങ് ലീവ്. ഒരു ഓഫീസർ ലീവിലാണ്. ലീവിൽ വിളിക്കുന്ന ഒരു ഓഫീസറെ എപ്പോൾ വേണമെങ്കിലും അതോറിറ്റിക്ക് റീകോൾ ചെയ്യാം. റീകോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിക്ക് തിരിച്ചു വിളിക്കാം. ഇപ്പോൾ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് സ്റ്റാഫാണ്, അതായത് അവർ മെഡിക്കൽ സ്റ്റാഫാണ്, പാരാമെഡിക്കൽ സ്റ്റാഫ് ആവാം, ഡോക്ടേഴ്സ് ആവാം, അവർ ലീവിലാണ്. സാധാരണഗതിക്ക് അവർക്ക് ലീവ് അലോട്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു എപ്പിഡമിക് ഡിസീസോ അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തു, ഇവരുടെയൊക്കെ സേവനം അവിടെ മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ട് വന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് മേ റീകോൾ ദം, തിരിച്ചു വിളിക്കും. ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടി കയറാൻ പറയും. അങ്ങനെ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടി കയറാൻ പറഞ്ഞാൽ എവിടെയാണോ അവർ നിൽക്കുന്നത്, ഈ ലീവ് പീരീഡിൽ എവിടെയാണോ അവരുണ്ടായിരുന്നത് അവിടെ നിന്ന് ഏത് സ്റ്റേഷനിലാണോ അവരോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് അങ്ങോട്ടുള്ള TA അവർക്ക് ക്ലെയിം ചെയ്യാം. അതാണ് നമ്മൾ ഈ ലീവ് അപ്ലിക്കേഷൻ ഫോമിൽ എപ്പോഴും അഡ്രസ് ഡ്യൂറിങ് ലീവ് എന്നൊരു കോൾ ഉണ്ടായിരിക്കും. അഡ്രസ് ഡ്യൂറിങ് ലീവ്. ഈ അഡ്രസ് ഡ്യൂറിങ് ലീവ് ആണ് അവിടെ നോക്കുക. അല്ല നിങ്ങളിപ്പോൾ അഡ്രസ് ലീവ് എടുക്കുന്ന സമയത്ത് അത്ര കെയർ ചെയ്യാതെ അഡ്രസ് ഡ്യൂറിങ് ലീവിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് തന്നെ കൊടുത്തു. പക്ഷെ നിങ്ങൾ പോയത് മറ്റെവിടെയെങ്കിലും ആണ്, ഒരു പിക്നിക്കിനാവും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള പോയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളെ തിരിച്ചു വിളിക്കേണ്ടി വന്നാൽ രേഖകൾ പ്രകാരം നിങ്ങൾ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് എവിടെയാണോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് അങ്ങോട്ടുള്ള TA ആണ് കിട്ടുള്ളൂ. അതേസമയം നിങ്ങൾ എക്സാക്ട്ലി എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ അഡ്രസ്സ് കൊടുക്കുകയായിരുന്നെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ റിപ്പോർട്ടിംഗ് പ്ലേസിലേക്കുള്ള TA നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എന്താണെങ്കിലും അഡ്രസ് ഡ്യൂറിങ് ലീവ്, ഇഫ് an officer is recalled for duty, he is eligible to claim TA from the place where the place that he had shown in his application. From that place to the reporting place he can claim TA without without DA. അവിടെയും DA ഇല്ല, MA മാത്രമല്ല അതിൽ വേറൊരു കണ്ടീഷനും കൂടിയുണ്ട്. ലീവ് എക്സ്പയർ ആവാൻ ഇനിയും 1 മാസവും കൂടി വേണം. ലീവ് കഴിയാൻ ഇനി 1 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ നിങ്ങൾക്ക് അതിന് TA കിട്ടണം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് സാങ്ഷനിങ് അതോറിറ്റി ഡിസ്ക്രിപ്ഷനാണ്, നിങ്ങളുടെ ക്ലെയിം അല്ല. എന്താ കാരണം? ദ റിമൈനിങ് നമ്പർ ഓഫ് ലീവ് ഈസ് ലെസ് ദാൻ 1 month. പക്ഷേ ഇനിയും 1 മാസത്തിൽ കൂടുതൽ നിങ്ങളുടെ ലീവ് എക്സ്പയർ ആവാൻ ഇനിയും 1 മാസത്തിൽ കൂടുതൽ സമയം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ TA നിങ്ങളുടെ റൈറ്റ് ആണ്. അതാ പറഞ്ഞ ഒരേ സാധനം ചിലപ്പോൾ നിങ്ങൾ റൈറ്റ് ആയിട്ട് വരും, ചിലപ്പോൾ അത് സാങ്ഷനിങ് അതോറിറ്റി ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരും. ഇവിടെ അങ്ങനെയാണ്. ഏത്? TA ഓഫ് an officer who is on leave and recalled for duty. Normally he is eligible for TA. And the eligibility is subjected to the number of days of remaining leave. If it is less than 1 month, the TA is the discretionary power of the sanctioning authority, whereas the remaining number of days of leave is more than 1 month, it is his right. He can claim TA. അതിലും എന്തില്ല? MA ഇല്ല. ഹോൾട്ട് ചെയ്യണ്ടല്ലോ, നേരെ വരിക ഓഫീസിൽ ജോയിൻ ചെയ്യുക. നോ ഹോൾട്ട് DA. ഇനി സാധാരണഗതിക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന്
ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന് നമുക്ക് ആർക്കും ടി എ ലഭിച്ചിട്ടില്ല ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന്. എന്നാൽ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിനും ടി എ ലഭിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതാരാ? ചിലപ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതുപോലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, PWD, ഇറിഗേഷൻ, അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ, അവരുടെ സേവനം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യമാണ് എന്ന് അതോറിറ്റിക്ക് തോന്നുകയാണ്. അങ്ങനെയാവുമ്പോൾ അവർക്ക് ഒരു പോസ്റ്റിംഗ് ഓർഡർ സർക്കാർ നൽകുകയാണ്, അങ്ങോട്ട് പോയി വെച്ച് നീട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇഫ് ദേ ആക്സെപ്റ്റ് ദാറ്റ് പോസ്റ്റിംഗ് ദേ ക്യാൻ ക്ലെയിം TA ഫോർ ദാറ്റ് ജേണി. സാധാരണ എല്ലാവർക്കും അല്ല പറയണത്, ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു ടെക്നിക്കൽ പോസ്റ്റാണത്. ആ ടെക്നിക്കൽ പോസ്റ്റിൽ ഇരിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ അതോറിറ്റി തേടി പിടിക്കുകയാണ്, എന്നിട്ട് അവരോട് ആ പോസ്റ്റ് ഏറ്റെടുക്കാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ദേ ക്യാൻ ക്ലെയിം TA ഫോർ ദ ജേണി ടു ജോയിൻ അറ്റ് ദ ന്യൂ സ്റ്റേഷൻ. പുതിയ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, അത് ഡ്യൂട്ടി പോയിന്റ് എവിടെയാണോ അവരോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞത് അങ്ങോട്ടുള്ള TA അവർക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കാം. അവിടെയും എന്തില്ല, നോ DA, അവിടെയും DA ഇല്ല. ഇനി മറ്റൊന്ന് TA ഡ്യൂറിങ് സസ്പെൻഷൻ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. TA ഡ്യൂറിങ് സസ്പെൻഷൻ, സസ്പെൻഷനിലിരിക്കുന്ന ഒരു ഓഫീസറാണ്. ഈ സസ്പെൻഷനിലിരിക്കുന്ന ഒരു ഓഫീസറെ സംബന്ധിച്ചോളം അദ്ദേഹം എവിടെയാണോ ജോലി ചെയ്തിരുന്നത് ആ ഹെഡ് ക്വാർട്ടറിൽ തന്നെ സസ്പെൻഷൻ തീരുന്നത് വരെ കാത്തിരുന്നോളണമെന്നില്ല, അവിടെ തന്നെ സ്റ്റേ ചെയ്തോളണമെന്നില്ല. ഹി ക്യാൻ മൂവ് ടു എനി അതർ പ്ലേസ് വിത്ത് പ്രയർ പെർമിഷൻ. അദ്ദേഹത്തിന് അതോറിറ്റി പെർമിഷനോട് കൂടി അവിടുന്ന് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാം, സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാം. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കുന്നതിന് വേണ്ടി എൻക്വയറി കമ്മിറ്റി വിളിപ്പിക്കുകയാണ്, അദ്ദേഹത്തോട് വരാൻ പറയുകയാണ്. ആ യാത്രയ്ക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി അദ്ദേഹത്തിന് TA വാങ്ങിക്കാം. ആ നിബന്ധനകളാണ് പ്രധാനം. എന്തൊക്കെയാ നിബന്ധനകൾ? ഫസ്റ്റ്, if the enquiry is conducted at the headquarter of the officer where he was working before his suspension. അദ്ദേഹം സസ്പെൻഷൻ ആവുന്നതിന് മുന്നേ എവിടെയാണോ വർക്ക് ചെയ്തിരുന്നത് ആ ഹെഡ് ക്വാർട്ടറിൽ വെച്ചിട്ടാണ് എൻക്വയറിക്ക് വിളിക്കുന്നതെങ്കിൽ അദ്ദേഹം എവിടെ താമസിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് നോ TA. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സസ്പെൻഷൻ ആയത്, തൃശ്ശൂരാണ് താമസിക്കുന്നത്, ഇപ്പോൾ പെർമിഷൻ പ്രകാരം തൃശ്ശൂർ താമസിക്കുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹത്തെ എൻക്വയറിക്ക് വിളിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ വരുന്നതിന് അദ്ദേഹത്തിന് TA കൊടുക്കില്ല, ബിക്കോസ് ദ എൻക്വയറി ഈസ് കണ്ടക്റ്റഡ് അറ്റ് ഹിസ് ഹെഡ് ക്വാർട്ടേഴ്സ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഇതേ എൻക്വയറി അദ്ദേഹം എവിടെയാണോ താമസിക്കാൻ റിക്വസ്റ്റ് ചെയ്തത് അവിടെ വെച്ചാണ് നടത്തുന്നത്. അതായത് തൃശ്ശൂർ വെച്ചാണ് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഇയാളുടെ വാദം കേൾക്കുന്നത്. അപ്പോഴും അയാൾക്ക് TA ഇല്ല. അദ്ദേഹം റിസൈഡ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ഹെഡ് ക്വാർട്ടറിൽ വെച്ചിട്ടാണെങ്കിലും ഈ രണ്ട് സ്ഥലത്ത് എവിടെ വെച്ച് എൻക്വയറി നടത്തുമ്പോഴും അദ്ദേഹത്തിന് TA ഇല്ല. ഇനി അദ്ദേഹം ആവശ്യപ്പെട്ടു എൻ്റെ എൻക്വയറി എറണാകുളത്ത് വെച്ചായിക്കോട്ടെ, ഹിസ് റിക്വസ്റ്റ്, ആസ് പെർ ഹിസ് റിക്വസ്റ്റ്, the authority considered his request and his enquiry is conducted at Ernakulam as per his request. അദ്ദേഹത്തിൻ്റെ ക്വാർട്ടറിലും അല്ല, താമസ സ്ഥലത്തും അല്ല, പക്ഷേ അദ്ദേഹം റിക്വസ്റ്റ് സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോഴും TA ഇല്ല, അപ്പോഴും അദ്ദേഹത്തിന് TA ഇല്ല. പിന്നെ എപ്പോഴാണ് ഈ സസ്പെൻഷനിൽ ഇരിക്കുന്ന ദിവസം TA കിട്ടുക? എൻക്വയറിക്ക് വിളിക്കുമ്പോൾ അത് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തല്ല, തൃശ്ശൂരല്ല, അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പ്ലേസിലും അല്ല, മറ്റൊരു സ്പേസ്, നമുക്ക് എറണാകുളം വിചാരിക്കാം. എറണാകുളത്ത് വെച്ചിട്ടാണ് ഇയാളുടെ ഇൻട്രോഗേഷൻ നടക്കുന്നത്, എറണാകുളത്തേക്കാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചത്. അപ്പോൾ ഒരു കമ്പാരിസൺ വരും ഇവിടെ. എന്ത് കമ്പാരിസൺ? ദ TA that can be given to him if he had travelled from Thiruvananthapuram to Ernakulam. At the same time, if he had travelled from Thrissur to Ernakulam, whichever is lesser, ആ TA ആണ് കൊടുക്കുക. എറണാകുളത്ത് വെച്ചാണ് ഇൻ്റർവ്യൂ നടത്തിയത്, അപ്പോൾ
തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോഴാണോ ടി എ എമൗണ്ട് കൂടുക, തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോഴാണോ കൂടുതൽ ഡിസ്റ്റൻസ്, ഏതാണോ കുറവ് ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിന് ആനുപാതികമായിട്ടുള്ള ടി എ ആണ് കൊടുക്കുക. അടുത്ത ഇൻട്രോഗേഷൻ കൊല്ലത്ത് വെച്ചാണ് വിചാരിക്കുക. കൊല്ലത്ത് വെച്ചാണ് നടന്നത്. ഇയാൾ വർക്ക് ചെയ്ത് തിരുവനന്തപുരം, താമസിക്കുന്ന തൃശ്ശൂർ, ഇൻട്രോഗേഷൻ കൊല്ലത്ത്. അയാൾക്ക് ഏത് ടി എ കിട്ടുക? അപ്പോൾ കമ്പയർ ചെയ്യുന്ന തിരുവനന്തപുരം ടു കൊല്ലം ഡിസ്റ്റൻസ്, തൃശ്ശൂർ ടു കൊല്ലം ഡിസ്റ്റൻസ്. ടി എ ഈസ് കാൽക്കുലേറ്റഡ് ആസ് പെർ ദ ലെസർ ഡിസ്റ്റൻസ്. കുറവ് ഡിസ്റ്റൻസ് ഏതാണോ ആ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ടി എ കിട്ടുക. ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഈ ഓഫീസേഴ്സ് അണ്ടർ സസ്പെൻഷൻ ഈസ് എലിജിബിൾ ഫോർ ടി എ. സസ്പെൻഷനുള്ള ഉദ്യോഗസ്ഥന്മാർ ടി എ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഇനി ഇതേ ഓഫീസർ സസ്പെൻഷനിലിരിക്കെ അദ്ദേഹം റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റ് ഡേറ്റ് കഴിഞ്ഞിട്ടും അതുവരെയും സസ്പെൻഷൻ ഒന്നും ആയിട്ടില്ല. കാരണം റിട്ടയർമെന്റ് ഡേറ്റിന് 2-3 മാസം മുന്നേ സസ്പെൻഷനിലായത്. ഒരു എൻക്വയറി ഒന്നും എവിടെ ആയിട്ടില്ല. അപ്പോൾ റിട്ടയർ ചെയ്തു പോയി. റിട്ടയർമെന്റിന് ശേഷമാണ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നതെങ്കിൽ അവിടേക്ക് അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൽ നിന്ന് പോകാനുള്ള എമൗണ്ട് യാതൊരു ബെനിഫിറ്റ്സിനും കാത്തു നിൽക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാം. തിരുവനന്തപുരത്ത് വെച്ചാൽ ഇൻട്രോഗേഷൻ നടക്കുന്നത്. അദ്ദേഹം റിട്ടയർ ചെയ്തു, തൃശ്ശൂർ താമസിക്കുന്നത്. തൃശ്ശൂർ ടു തിരുവനന്തപുരത്തിരിക്കുമ്പോഴാണ് സസ്പെൻഷനിലായത്. പക്ഷെ അതേ തിരുവനന്തപുരത്ത് വെച്ച് റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഓഫീസർ അല്ല, അതുകൊണ്ട് തന്നെ ഓഫീസർ അണ്ടർ സസ്പെൻഷനും അല്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ യാത്രയ്ക്ക് ആസ് പെർ നോംസ് പ്രകാരം എന്താണോ ടി എ അങ്ങനെ അത് വാങ്ങിക്കാം. സസ്പെൻഷനിലുള്ള ഓഫീസർ, if the interrogation or enquiry is conducted after his retirement, he can claim TA as per the grade of the officer at the time of his retirement. അവിടെ വേറെ യാതൊരു നിബന്ധനകളും പറയുന്നില്ല. ഇനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഇങ്ങനെ ടി എ കിട്ടും. എല്ലാ ട്രീറ്റ്മെൻറ്റും കിട്ടില്ല. ഒരു ഡോഗ് ബൈറ്റ് ആൻഡ് സസ്പെക്റ്റഡ് റാബീസ് and there is no anti-rabies vaccine within the headquarter of the officer. അങ്ങനെയൊക്കെ വരണം. നായ കടിച്ചു, ആ ഹെഡ്ക്വാർട്ടറിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഈ ആൻറ്റി-റാബീസ് വാക്സിൻ ഇല്ല. അപ്പോൾ എവിടെയാണോ ഈ വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളല്ല പറയണത്, ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണോ തൊട്ടടുത്ത് ഈ ആൻറ്റി-റാബീസ് വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങോട്ടുള്ള യാത്രയ്ക്ക് ദ ഓഫീസർ ഈസ് എലിജിബിൾ ഫോർ ടി എ. അവിടെ ഹോൾട്ടില്ല, അതുകൊണ്ട് തന്നെ ഡി എ ഇല്ല. പോവുക, വാക്സിൻ എടുക്കുക, വരിക. അത് ഈ ഡോഗ് ബൈറ്റിന്. അതുപോലെ തന്നെ TB, ട്യൂബർക്കുലോസിസ്, അത് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറയണത്. ഇപ്പോൾ ഇത് അറിയാലോ, കുറേ മുന്നത്തെ നിയമങ്ങളാണല്ലോ. അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ നിയമമാണത്. എങ്കിലും TB അറ്റാക്ക് ഉണ്ട്, അതിനും ഇതേപോലെ ട്രീറ്റ്മെൻറ്റ് ഹെഡ്ക്വാർട്ടറിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്കും ഇവിടെ ഓഫീസർക്ക് ടി എക്ക് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഡോഗ് ബൈറ്റ്, TB, പിന്നെ ഇതുകൂടാതെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം ഒരു ഓഫീസർക്ക്. അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ ഒരു ഗവൺമെൻറ് ഒരു അസിസ്റ്റൻറ്റ് സിവിൽ സർജൻ റാങ്കിലുള്ള ഓഫീസർ, ഒരു മെഡിക്കൽ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ ഇല്ല. അപ്പോൾ നിയറസ്റ്റ് എവിടെയാണോ അങ്ങോട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ എങ്ങോട്ട്, ടു നിയറസ്റ്റ് സ്റ്റേഷൻ വേർ ദ സർവീസ് ഓഫ് ആൻ അസിസ്റ്റന്റ് സിവിൽ സർജൻ ഈസ് അവൈലബിൾ, അങ്ങോട്ടുള്ള യാത്രയ്ക്ക് അദ്ദേഹത്തിന് ടി എ കിട്ടും. ഇനി ഇതൊന്നും കൂടാതെ ഒരു ഡിസേബിൾഡ് പേഴ്സണാണ്, അദ്ദേഹത്തിന് ഓഫീസിൽ വെച്ചിട്ട് എന്തെങ്കിലും ഫർദർ ഡിസബിലിറ്റി ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അദ്ദേഹത്തിന് മെഡിക്കൽ അറ്റൻഷൻ കിട്ടണം. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പോകാൻ, ഡോക്ടർ സർവീസിന് വേണ്ടി പോകാൻ ഉള്ള നിർവാഹമുള്ള ഒരു കണ്ടീഷനല്ല എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയി തന്നെ വിചാരിച്ചോളൂ, ബോധം പോയി, അതല്ലെങ്കിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ the officer in charge or the head of the office shall arrange somebody else from the same office to assist him. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആക്കേണ്ടി വരിക, ഡോക്ടർ അഡ്വൈസ് പ്രകാരം വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു വരാനും
അതേ ഓഫീസിലുള്ള മറ്റൊരാളെ എൻഗേജ് ചെയ്യിക്കാം ഹെഡ് ഓഫ് ദ ഓഫീസർക്ക്. അങ്ങനെ ഒരാൾ ഈ ഡിസേബിൾഡ് ഓഫീസറുമായി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് ഈ ഓഫീസറുടെ അക്കമ്പനി ചെയ്ത ഓഫീസറുടെ ഗ്രേഡ് എന്താണോ അതനുസരിച്ച് അദ്ദേഹത്തിന് TA വാങ്ങാം. പോയ ഓഫീസർ കിട്ടില്ല, ഈ ഡിസേബിൾഡ് ഓഫീസർക്ക് അല്ല കിട്ടുക, അദ്ദേഹത്തെ അക്കമ്പനി ചെയ്ത ഓഫീസർക്ക് അതിനനുസരിച്ചുള്ള TA കിട്ടും. ഇനി ഓഫീസിൽ നിന്ന് ആരെയും അക്കമ്പനി ചെയ്യാൻ കിട്ടിയില്ല എന്ന് വയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യണം? കൺട്രോളിംഗ് ഓഫീസർ ഷാൽ എൻഗേജ് സംബഡി എൽസ് ഫ്രം ദ ഔട്ട്സൈഡ്. പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ഇതേ സംഭവം നടത്തിക്കണം. അങ്ങനെ വരുമ്പോൾ അവർക്കും TA കിട്ടും. പുറത്തൊരാളെ TA എങ്ങനെയാണ് കിട്ടുക? പുറത്തൊരാളുടെ TA എങ്ങനെയാണ്, ഗ്രേഡ് എങ്ങനെയാണ് കണക്കാക്കുക? അവിടെ ഗ്രേഡ് കണക്കാക്കി അല്ല TA കൊടുക്കുക. ആക്ച്വൽ എക്സ്പെൻസ് ആണ്. വണ്ടി വിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ പൈസ, ഓട്ടോ വിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ പൈസ, ആക്ച്വൽ എക്സ്പെൻസ് അവിടെ ക്ലെയിം ചെയ്ത് ആ ആൾക്ക് വാങ്ങിക്കൊടുക്കാം. അതാണ് ഡിസബിലിറ്റി. അക്കമ്പനിയിങ് എ ഡിസേബിൾഡ് ഓഫീസർ. ഡിസബിലിറ്റി എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഡിസബിലിറ്റി പെട്ടെന്ന് വന്ന ഒരു ഓഫീസ്, ഡിസബിലിറ്റി ഉദ്ദേശിക്കുന്നത് ഞാൻ പിന്നെ സ്പെഷ്യലി ഏബിൾഡ് എന്നുള്ള അവസ്ഥയിലല്ല പറയുന്നത്. ഓഫീസ് ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റാതെയായി, ഫെയിൻറ്റഡ് ആയി, അങ്ങനെയൊക്കെ വരുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ അക്കമ്പനി ചെയ്യേണ്ടി വരും. അങ്ങനെ അക്കമ്പനി ചെയ്യുമ്പോൾ ആ ഓഫീസർക്ക് ലഭിക്കുന്ന TA കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് TA ഫോർ ദ ഫാമിലി ഓഫ് ദ ഓഫീസർ ഹൂ ഡൈഡ് വൈൽ ഇൻ സർവീസ്. സർവീസിലിരിക്കുമ്പോൾ ഒരു ഓഫീസർ മരിച്ചു. ആ മരണപ്പെട്ട ഓഫീസറുടെ ഫാമിലിക്ക് TA കിട്ടുമോ എന്നുള്ളതാണ്. ഫാമിലിക്ക് TA കിട്ടും. ഐദർ ഫ്രം ദ പ്ലേസ് ഓഫ് ഡെത്ത്, എവിടുന്നാണോ മരിച്ചത് അവിടെ നിന്നോട്ട്, അല്ലെങ്കിൽ ഫ്രം ദ ഹെഡ് ക്വാർട്ടേഴ്സ്. ഹെഡ് ക്വാർട്ടറിൽ വെച്ചിട്ട് ആയിക്കോണമെന്നില്ല മരിച്ചതേ, ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റെവിടെയും പോയ സമയത്ത് അവിടെ നിന്നാവും മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഐദർ ഫ്രം ദ പ്ലേസ് ഓഫ് ഡെത്ത് ഓർ ഫ്രം ദ ഹെഡ് ക്വാർട്ടേഴ്സ്. ഏതുവരെ? എവിടെയാണോ ഈ ഫാമിലി ഇനി താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുവരെ ഉള്ള ദൂരത്തിന്, അതുവരെയുള്ള യാത്രയ്ക്ക്, ദൂരം എന്ന് പറയാൻ പറ്റില്ല, അതുവരെയുള്ള യാത്രയ്ക്ക് TA കിട്ടും. ട്രാൻസ്ഫർ TA ആണ് കിട്ടുക. അതായത് ഫാമിലി വെറുതെ നടത്തില്ലല്ലോ. ഓഫീസർ ഔട്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടറിൽ വെച്ചിട്ട് മരിച്ചുപോയി. അപ്പോൾ ഓഫീസറുടെ ഫാമിലി ഇനി തുടർന്നുള്ള ജീവിതം മറ്റൊരു സ്ഥലത്ത് കണ്ടിന്യൂ ചെയ്യണം. അങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള TA കിട്ടും. TA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ TA കിട്ടും. ട്രാൻസ്ഫർ TA നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് പഠിച്ചു. അതിൽ ഓഫീസറുടെ ഭാഗം അങ്ങോട്ട് ഒഴിവാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർക്ക് കിട്ടും. അതായത് പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോകാനുള്ള പൈസ അടക്കം ഓഫീസറുടെ ഗ്രേഡിനനുസരിച്ച് ഇവർക്ക് ക്ലെയിം ചെയ്യാം. എങ്ങോട്ട് ക്ലെയിം ചെയ്യാം? ഓഫീസറുടെ ഔദ്യോഗികമായ ആസ് പെർ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ എന്താണോ ഒഫീഷ്യൽ അദ്ദേഹത്തിന് റെസിഡൻസ് എന്ന് ഉണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ദൂരത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, അങ്ങോട്ട് തന്നെ ഫാമിലി പോയിക്കോളുന്നില്ല, അത് ചിലപ്പോൾ പാലക്കാടായിരിക്കും, ഓഫീസറുടെ ഔദ്യോഗിക റെസിഡൻസ് പാലക്കാടായിരിക്കും, വർക്ക് ചെയ്യുന്നത് കോട്ടയത്തായിരിക്കും, അപ്പോഴാവും മരിച്ചിട്ടുണ്ടാവുക. ഫാമിലി മൂവ് ചെയ്യുന്നത് തിരുവനന്തപുരത്തേക്കായിരിക്കും. ഫാമിലിക്ക് തിരുവനന്തപുരത്ത് പോവാം. ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് പാലക്കാടാണ്, അതുകൊണ്ട് പാലക്കാട്ടേക്ക് പോയാലേ പൈസ തരുള്ളൂ അതോറിറ്റി പറയില്ല. ദ ഫാമിലി ക്യാൻ ഷിഫ്റ്റ് ഐദർ ഫ്രം ദ പ്ലേസ് ഓഫ് ഡെത്ത് ഓർ ഫ്രം ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ദ ഓഫീസർ, ഡിസീസ്ഡ് ഓഫീസർ, ടു എനിവേർ ഇൻ കേരള. എങ്ങോട്ട് വേണമെങ്കിൽ പോവാം, പ്രൊവൈഡഡ് ദ എമൗണ്ട് വിൽ ബി ലിമിറ്റഡ്. എങ്ങനെ? ആസ് ഇഫ് ദ ഫാമിലി ഈസ് ബീയിങ് ഷിഫ്റ്റഡ് ഫ്രം ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ദ ഓഫീസർ ടു ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ദ ഡിസീസ്ഡ് ഓഫീസർ. മരണപ്പെട്ട ഓഫീസറുടെ ഒഫീഷ്യൽ റെസിഡൻസ് എവിടെയാണോ അവിടെ വരെ പോവാൻ എന്ത് എമൗണ്ട് കിട്ടുമോ അതിൽ ഒതുങ്ങിക്കൊണ്ട് ദ ഫാമിലി ക്യാൻ ഷിഫ്റ്റ് ടു എനിവേർ ഇൻ കേരള. കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോവാം. അത് ട്രാൻസ്ഫർ TA പോലെയാണ് ക്ലെയിം ചെയ്യുക. ടൂർ TA പോലെ അല്ല, ട്രാൻസ്ഫർ TA പോലെയാണ് ആ TA ക്ലെയിം ചെയ്യുക. അത് പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അത് എത്ര മാസത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് 3 months ആണ്. 3 മാസത്തിനകം ഈ ഡിസീസ്ഡ് ഓഫീസറുടെ ഫാമിലി 3 മാസത്തിനകം ഈ യാത്ര നടത്തിയിരിക്കണം. ഓഫീസർ മരണപ്പെട്ട് 3 മാസത്തിനകം ഈ യാത്ര നടത്തിയിരിക്കണം. അതാണ് TA
for the family of an officer. ഏത് ഓഫീസർ? ഫാമിലി ഓഫ് എ ഡിസീസ്ഡ് ഓഫീസർ. മരിച്ച ഒരു ഓഫീസറുടെ ഫാമിലിക്ക് TA നൽകുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അടുത്തത് TA ഫോർ റിട്ടയറിംഗ് ഓഫീസേഴ്സാണ്. റിട്ടയർ ചെയ്തു പോകുന്ന ഓഫീസേഴ്സിന് ഒരു TA എലിജിബിലിറ്റി ഉണ്ട്. അതെന്ത് TA ആണ്? റിട്ടയർ ചെയ്ത ഓഫീസേഴ്സിന് they can claim TA എങ്ങോട്ട്? to any place in India where the officer wishes to spend his or her future life. ബാക്കിയുള്ള ജീവിതം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജീവിക്കാൻ, താമസിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള TA സർക്കാർ നൽകും. അപ്പോൾ റിട്ടയർ ചെയ്തു പോകുന്ന ഓഫീസേഴ്സിന് ദേ ക്യാൻ ക്ലെയിം TA ഫോർ ദ ജേർണി ടു എനി പ്ലേസ് ഇൻ ഇന്ത്യ വേർ ദേ വിഷ് ടു സ്പെൻഡ് ദ ഫ്യൂച്ചർ ലൈഫ്. അതാണ്. അതിന് 1-2 നിബന്ധനകളുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് റിട്ടയർമെൻറ്റിന് മുന്നേ അവർ അതോറിറ്റിയെ അറിയിക്കണം. രണ്ടാമത് ആ യാത്ര റിട്ടയർ ചെയ്ത് ഒരു വർഷത്തിനകം നടത്തിയിരിക്കണം. ഒരു വർഷത്തിനകം റിട്ടയർമെൻറ്റ് ഈ ജേണി നടത്തും എന്നുള്ളത് രേഖാമൂലം അറിയിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ക്ലെയിം ചെയ്ത തുകയും വിത്ത് ഇൻട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ പെൻഷനറി ബെനിഫിറ്റിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള സമ്മതപത്രവും നൽകണം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങോട്ടാണോ പോകേണ്ടത് ആ പോകേണ്ട സ്ഥലത്തേക്കുള്ള TA ട്രാവലിംഗ് അലവൻസ് എത്രയാണോ അത് അതോറിറ്റി അവർക്ക് സാങ്ഷൻ ചെയ്ത് കൊടുക്കും. അതാണ് TA ഫോർ റിട്ടയറിംഗ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ട്രാവലിംഗ് എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. ഈ യാത്ര വിത്തിൻ 1 ഇയർ ആണ്. വിത്തിൻ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ആണ് ഈ ജേണി പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പെഷ്യൽ കണ്ടീഷൻ TA എന്ന നിലയ്ക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. TA ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇത്രയും ഒരു 8-9 എപ്പിസോഡുകളായിട്ട് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പാർട്ട് 2 TA KSRൻ്റെ പാർട്ട് 2 TA ഇവിടെ സമാപിക്കുകയാണ്. 20 തൊട്ട് 25% വരെ മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് TA എന്നുള്ളത്. അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എക്സാംസ് പാസ്സാവാൻ കഴിയും. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്.